ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു SNplus. ഇതാ കടച്ചക്ക കിട്ടിയിട്ടുണ്ട്. ഞാനിതെങ്ങനെ കറി വെക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണ് കേട്ടോ. ഞാനിത് വറുത്തരച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അതിന് മുൻപേ ഈ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. തോല് കളയുമ്പോൾ ഇതിൻ്റെ മുകളിലൊരു കറ ഇറങ്ങും. അത് പോവാൻ വേണ്ടിയിട്ടാണ് കഴുകി കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നടുഭാഗം. പിന്നെ അതിന് നടുവിലുള്ള ആ കാമ്പില്ലേ, എന്താണെന്ന് അതിന് പറയാം, അതൊന്ന് മുറിച്ചെടുക്കണം. എന്നിട്ട് വേണം കഷ്ണങ്ങളാക്കിയിട്ട് കറിയാക്കാനായിട്ട്. ഞാനിത് ലേശം വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിയുന്നത്. എന്നിട്ടിത് കുറച്ചൊന്ന് ഉടച്ചെടുക്കും വെന്ത് കഴിഞ്ഞാൽ. അപ്പോൾ കടച്ചക്ക ഇവിടെ കഷ്ണങ്ങളാക്കി. ഇനി ഒന്നും കൂടെ ഒന്ന് കഴുകി കൊടുക്കാം. കഷ്ണങ്ങളാക്കിയിട്ട് ഇത് വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ ഊറ്റിയെടുത്ത് വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ ഒരു ചെറിയൊരു കറ ഉണ്ടാവും. അത് 2-3 പ്രാവശ്യം ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊന്ന് പോയി കിട്ടും. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു, പാകത്തിന് ഉപ്പ് ഇട്ടെടുത്തു, പച്ചമുളക് ഇട്ടെടുത്തു, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു കേട്ടോ. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാണ്. ഇതവിടെ വേവുമ്പോഴേക്ക് ഞാനിതാ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് കാണിക്കാൻ വിട്ടുപോയി. അതിലേക്ക് പെരിഞ്ചീരകം, ചെറിയുള്ളി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ടാണ് വറുത്തെടുത്തിരുന്നത്. പിന്നെ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് അരച്ചെടുത്തു. അപ്പോഴേക്ക് ഇതാ നമ്മുടെ കടച്ചക്ക വെന്തിട്ടുണ്ട്. അതിലേക്ക് അരച്ച തേങ്ങയിൽ നിന്ന് പകുതി എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഫുള്ള് ഒഴിക്കരുത് ഇപ്പോൾ. ഇനി ഇതിലേക്ക് ലൂസിനാവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഉടച്ചെടുത്തിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇത് ഉടയ്ക്കുമ്പോൾ നന്നായിട്ട് ഉടയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം തിളപ്പിക്കാൻ വെച്ചപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലൊരു മണം കേട്ടോ ഇരിക്കുമ്പോൾ. ഇനി ആ മാറ്റി വെച്ച അരപ്പ് കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ വല്ലാതെ തിളപ്പിക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഓഫാക്കിയിട്ട് അതൊന്ന് തൂമിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. ഈ ചട്ടി എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും എടുക്കില്ല, എനിക്കത് പൊട്ടിപ്പോകുന്നുള്ള പേടി. അപ്പോൾ ആ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചെറിയുള്ളി അരിഞ്ഞത് ഇട്ടെടുത്തു. അതൊന്ന് ഫ്രൈ ആയതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചെടുത്തപ്പോൾ നമ്മുടെ കടച്ചക്ക വറുത്തരച്ച അടിപൊളി കറിയായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ പറയുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്